ബ്രിഗേഡിയർ ശ്രീ വേണു നായരാണ് നമ്മോടൊപ്പം തുടരുന്നത്. ശ്രീ വേണു നായർ, ഇവിടെ പല രീതിയിലും വിധ്വംസക പ്രവർത്തനങ്ങൾ സജീവമാണ്. ഭീകരത, നുഴഞ്ഞു കയറിയ ഭീകരത, അവർക്ക് ഒത്താശ ചെയ്യുന്ന പ്രാദേശിക നേതാക്കൾ, ഒപ്പം ഇവരെ പാലൂട്ടി വളർത്തുന്ന ചില ഭരണാധികാരികൾ. നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം, ഇടത് വലത് മുന്നണികൾ ഏത് തരത്തിലാണ് ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് NIA അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ കൊച്ചിയിലടക്കം ഇപ്പോൾ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൽ ഖ്വയ്ദയുടെ ഭീഷണിയടക്കം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ അതിനെയൊക്കെയും പ്രതിരോധിക്കാൻ, അതിനൊക്കെയും തകർക്കാൻ കെൽപ്പുള്ള ഒരു ഭരണകൂടവും സൈന്യവും നമുക്കുണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യവുമാണ്. എങ്കിലും ഈ സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഇടപെടലിനെ എത്രത്തോളം നമ്മൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു? തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ ത്രെറ്റ് പെർസെപ്ഷൻ പറയുന്നത് ടു ഫ്രണ്ട് ആയിരുന്നു ഇതുവരെ. എന്ന് വെച്ചാൽ ചൈന, പാകിസ്ഥാൻ. ഇത് 62 മുതൽ ചൈനയും 47 മുതൽ പാകിസ്ഥാൻ ഉള്ളതാണ്. ഈസ്റ്റേൺ ഫ്രണ്ട്, വെസ്റ്റേൺ ഫ്രണ്ട്, അതാണ്. പിന്നെ നമ്മൾ ഈ ഭീകരതയൊക്കെ തുടങ്ങിയപ്പോൾ 2.5 ഭീകരത. പിന്നെ നമ്മളൊരു പ്രത്യേക കോമ്പോസിറ്റ് കൾച്ചർ ഉള്ള ഇതാണ്. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. ബാക്കി ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നെങ്കിലും ആ ലോയിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ അർബൻ നക്സൽസ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ വേറെ ഏതെങ്കിലും രാജ്യത്തിനാണെങ്കിൽ അവരിതുപോലെ അവർക്ക് പെരുമാറാൻ പറ്റുമോ എന്നൊക്കെ അവർ തന്നെ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഈ എല്ലാവരും ഉൾക്കൊണ്ടു പോകാനുള്ള ഒരു സംസ്കാരമാണല്ലോ അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. ഇപ്പോഴും സർവൈവ് ചെയ്യുന്നത് അതാണ്. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സംസ്കാരങ്ങളും ചരിത്രമായി മാറിയപ്പോൾ നമ്മൾ ചിലപ്പോൾ ദൗർബല്യമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശക്തിയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിവ് വേണം. അപ്പോ പിന്നെ ഇപ്പോ ബംഗ്ലാദേശും കൂടെ വന്നപ്പോ ഒരു 1-3 എന്ന ഫ്രണ്ട് എന്ന, അല്ലെങ്കിൽ അത് അവഗണിക്കാൻ പറ്റാത്ത ഒരു ഇതാണല്ലോ. അപ്പൊ 3.5 ആണ് ശരിക്കും ഒരു ത്രെറ്റ് പെർസെപ്ഷൻ നമുക്കുണ്ടെങ്കിൽ 3.5 ആണ് നമ്മുടെ ത്രെറ്റ് ഉള്ളത്. അതിലെ 0.5-നെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം. അങ്ങനെ ഉള്ളൊരു അതിനെ വളം വെക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ ഇവിടെ ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോയും അതുപോലുള്ള നമ്മളെല്ലാവരും ആക്ച്വലി അതിന് സഹായം ചെയ്യണം. ആരാണ് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത്, അതിനുള്ള പൊട്ടൻഷ്യൽ എന്താണ്, അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോ ഈ 0.5-കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കഴിയുമ്പോൾ അവർ പല ചോദ്യങ്ങളും ചോദിക്കും, ഓക്കേർഡ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോ ഈ രീതിയിൽ എന്താ ഇങ്ങനെ നടക്കാത്തതെന്ന് ചോദിച്ചാൽ അവർക്ക് ചോദിക്കാം. ഓപ്പോസിഷൻ ആണെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇന്ത്യയിലെ ജനത തെരഞ്ഞെടുത്ത് ലെജിറ്റിമേറ്റ് ആയ ഭൂരിപക്ഷമുള്ള ഒരു ഭരണകൂടമാണുള്ളത്. അവരാണ് ഒരാസ്പെക്ട് മാത്രമല്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പൂർവ്വ സൈനികൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു സീസ് ഫയർ വേണമെന്ന്. ഇപ്പോ ഗോഡ് സെന്റ് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് പാകിസ്ഥാന്റെ അവരുടെ എല്ലാ പൊട്ടൻഷ്യലെയും അവരിപ്പോ നശിക്കാനിരിക്കുന്ന രാജ്യമാണ് നശിപ്പിക്കുന്നതിൽ നമ്മൾ കാര്യമായിട്ട് ഒരു ഉന്ത് കൊടുക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ. അത് ചെയ്യണം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അതിരിക്കട്ടെ, അതിന്റെ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ എല്ലാ ആസ്പെക്ടും നോക്കുന്ന ഗവൺമെന്റ് ആണ്. അത് ആ ഒരു കോൾ, ഇറ്റ് ഈസ് ദെയർ കോൾ എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. പക്ഷേ നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യം, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുപോലെ മെറ്റിക്കുലസ് ആയിട്ട് ഒരു റണ്ണപ്പ് ടു അദ്ദേഹം ഇങ്ങനെ ഒരു ഭീകരമായ അന്തരീക്ഷം, ഇത്ര ടെൻസുള്ള അന്തരീക്ഷത്തിനെ നേരിട്ടത് നമ്മൾ കണ്ടതാണ്. എല്ലാ സൈനിക മേധാവികളെയും അതിന്റെ ഉള്ള എല്ലാവരെയും ഒന്നിച്ചിരുത്തി അവരുടെ അഭിപ്രായം കേട്ട് പിന്നെ അദ്ദേഹം റിവ്യൂവിൽ ഓരോരുത്തരും പ്രത്യേകം വിളിക്കുന്നു. അതൊക്കെ ഒരു ഓപ്റ്റിക്സ്, അതിന്റെ ശരിക്കുള്ള രീതിയിലുള്ള ഒരു ഓപ്റ്റിക്സ് ആണ്. നമുക്ക് റീഅഷ്യൂർഡ് നമ്മുടെ അധികാരം വളരെ ശക്തമായ കൈകളിലാണ്. ആ വിധത്തിലും കൂടെ നമുക്ക് ഒരു ഫോഴ്സ് മൾട്ടിപ്ലെയർ ആണ്. നമ്മുടെ നാഷണൽ പവറിന്റെ ഒരു ഫോഴ്സ് മൾട്ടിപ്ലെയർ ആണ് നമ്മുടെ സുശക്തമായ ഒരു ഭരണാധികാരം. അപ്പൊ ഈ 0.5-കാർ ഇപ്പം ഉണ്ടായിരിക്കും, പക്ഷെ അവർക്കെതിരെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഓവർ ടു യു.
ഒപ്പം തന്നെ ബ്രിഗേഡിയർ വേണു നായർ, ഇവിടെ ഒരു മുൻ സൈനികൻ എന്ന രീതിയിൽ താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഈ അതിർത്തി മേഖലകളിൽ ഈ ഭീകരതയ്ക്ക് കൃത്യമായ സഹായം ലഭിക്കുന്നത് പ്രാദേശികമായി തന്നെയാണ്. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഇവർക്ക് ഒളിത്താവളമൊരുക്കുന്നു, അവർക്ക് കൃത്യമായി രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുന്നു. ഇവിടെ എത്രത്തോളം നടപടികൾ കർക്കശമാക്കേണ്ടതുണ്ട് ഇനി വരും ദിവസങ്ങളിൽ? ഇപ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ പ്രതിരോധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ പ്രാദേശികമായിട്ടുള്ള ഈ ഒരു സഹായം നൽകുന്നവർക്ക് മേലും കടുത്ത നടപടികൾ വരേണ്ടതുണ്ടല്ലേ? ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 3 വർഷം ഹയസ്റ്റ് ഹെഡ് ക്വാർട്ടറിൽ ഇരുന്നിട്ടുണ്ട്. 91, 94, 96 ഞാൻ കാശ്മീർ ഏരിയയിലെ ശ്രീനഗറിന്റെ അറൗണ്ട് ആയിരുന്നു ഞങ്ങളുടെ യൂണിറ്റിന്റെ ഓപ്പറേഷണൽ ഏരിയ. അന്ന് 8 ഡിവിഷൻ അവിടെ വന്ന കാലമാണ്. അവര് ആന്റി ടെറർ ഈ ഇൻസർജൻസിയിൽ CI എന്നാണ് പറയുന്നത് ഞങ്ങള്. അതിന്റെ കൂടെയാണ് ഞങ്ങളുടെ ബ്രിഗേഡ് എന്റെ യൂണിറ്റിനെ ചേർത്തിരുന്നത്. എന്ന് വെച്ചാൽ ഇൻഫെക്ട്രി ഒക്കെ കുറവായിരുന്ന കാരണമാണ്. അപ്പോൾ അവിടെ വളരെ സ്ട്രക്ചേർഡ് ആണ്. കാശ്മീരില് JNKയില് അന്ന് കൂടുതലും ഉണ്ടായിരുന്നത് കാശ്മീർ താഴ്വരയിലായിരുന്നു. അന്നാണ് ഈ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്ന ഒരു ആന്റി മിലിറ്റന്റ് ഓർഗനൈസേഷൻ, അതിന്റെ മാനിങ് ആർമിയിൽ നിന്നാണ് എല്ലാ ഫൈറ്റിംഗ് യൂണിറ്റ്സിൽ നിന്നും ആളുകളെ എടുത്ത് ബറ്റാലിയൻസ് ഉണ്ടാക്കി LCയുടെ പുറകിലുള്ള ജിയോഗ്രഫിക്കൽ ഏരിയയെ ഭാഗിച്ച് അതിലാണ് രാഷ്ട്രീയ റൈഫിൾ സെക്ടർ വരുന്നത്. സെക്ടറിന്റെ മുകളിൽ ഹെഡ് ക്വാർട്ടർ കമാൻഡ് ഉണ്ട്. അതിൽ ഡിവിഷന്റെ തുല്യമായിട്ടാണ് ഹെഡ് ക്വാർട്ടർ വാലിയിലുണ്ട്. അതിന് മുകളിൽ കുപ്വാഡ, ഉധംപൂർ, രജോരി, പിന്നെ ഇങ്ങനെ 4-5 എണ്ണമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതെല്ലാം വെൽ സ്ട്രക്ചേർഡ് ആണ്. അവരവിടുന്ന് മാറുന്നില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ബറ്റാലിയൻസും റെജിമെന്റും ഒക്കെ 3 വർഷം കഴിയുമ്പോൾ മാറും. പക്ഷേ ഈ ഫോർ എക്സാമ്പിൾ 30 എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു ഏരിയ ഉണ്ടാവും. അവിടുന്ന് ആ യൂണിറ്റ് മാറുന്നില്ല, അതിലെ ആളുകളിലാണ് അവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെയും കൃത്യമായ നടപടികളാണ് വേണ്ടത്. ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നവർക്ക് സഹായം ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ സേനാ വിഭാഗം. ഉചിതമായ മറുപടിയും നടപടികളും അവർക്ക് മേലുണ്ടാകുന്നുമുണ്ട്. വളരെയധികം നന്ദി ശ്രീ വേണു നായർ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.